നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് മൈസൂരാണ്. ഇപ്പം വന്നിരിക്കുന്നത് മൈസൂരിനടുത്തുള്ള പയന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ്. മാണ്ഡ്യ ജില്ലയിലാണ് ഇതുള്ളത്, പക്ഷേ മൈസൂരിന് വളരെ അടുത്തായിട്ടാണ്. ശ്രീരംഗപട്ടണത്തിനും അടുത്തായിട്ട് നമ്മൾ എക്സ്പ്രസ് ഹൈവേയോട് ചേർന്നിട്ടാണ് ഈ മ്യൂസിയം ഉള്ളത്. എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വലിയ ടയർ എടുത്തു വെച്ച പോലത്തെ ഒരു ബിൽഡിങ് നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളത്. ഇവിടെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പം റിസപ്ഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ മ്യൂസിയത്തിൻ്റെ സാരഥി അല്ലെങ്കിൽ ബാക്ക് ബോണായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെയാണ്. ഇദ്ദേഹം ഒരുപാട് അവാർഡുകളൊക്കെ വിന്നായ ഒരു വ്യക്തിയാണ്. പത്മഭൂഷണൊക്കെ ജേതാവാണ് ഇദ്ദേഹം. അതേപോലെ ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ ധർമാധികാരി എന്നൊരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ വാഹനം ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ ഉള്ളിലോട്ട് കയറുന്നു. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പണ്ടത്തെ ആദ്യത്തെ ടയറിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ എന്ന പോലെ അങ്ങനെ പല മോഡലിലുള്ള ടയറുകൾ. ആദ്യം മരത്തടി, അങ്ങനെ മരത്തിൻ്റെ ടയറുകൾ, പിന്നെ നമ്മുടെ പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള വണ്ടികളിൽ വണ്ടി, കുതിരവണ്ടി, അങ്ങനെ കാളവണ്ടിയൊക്കെ പോലുള്ള വണ്ടികൾ, അതാണ് തുടക്കം തന്നെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അങ്ങോട്ട് കാറുകളുടെ ഒരു മേളയാണ്. അത് വിൻറ്റേജ് കാറ്, പലതരത്തിലുള്ള കാറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ സ്പെക്ക്, ചിലതിൻ്റെയൊക്കെ സ്പെക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് ഉപയോഗിച്ചത്, അതിൻ്റെ ഹിസ്റ്ററിയും അങ്ങനത്തെ ഇൻഫർമേഷൻസൊക്കെ അതിൻ്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ വളരെ ഫേമസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാഹനങ്ങളുണ്ട്. മഹാത്മാഗാന്ധി കർണാടകയിൽ മൈസൂർ വന്ന സമയത്ത് ഉപയോഗിച്ച കാറുകളുണ്ട്. അതേപോലെ നമ്മുടെ മൈസൂർ രാജാവിൻ്റെ തന്നെ കാറ് ഇതിലുണ്ട്. അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വണ്ടികൾ, അതായത് സ്റ്റാർ വാല്യൂ കൂടിയ വണ്ടികൾ, വിൻറ്റേജിനപ്പുറം സ്റ്റാർ വാല്യൂ കൂടിയ വണ്ടികൾ ഇതിൽ ഒരുപാടുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാം. അപ്പം എല്ലാ വണ്ടികളുടെ ഒന്നും ഡീറ്റെയിൽ സ്പെക്കും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ കുറേയൊക്കെ ഇതിൽ കാണുന്നുണ്ട്, കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഭംഗിയിൽ കിട്ടിയെന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ഈ കാറുകളൊക്കെ ഒന്നിങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കാം. അപ്പം ഇത് കാണുന്നത് മറ്റേ മഞ്ചക്ക് തന്നെയല്ലേ പറയാം? അതെ, മഞ്ചക്കാണ്. ഇങ്ങനെ ചോളിൽ എടുത്ത് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ മൈസൂർ രാജാവിൻ്റെ കാറ്. മൈസൂർ രാജാവ് ഉപയോഗിച്ച കാറാണത്. പിന്നെ കാറ് കൂടാതെ ഇങ്ങനെ ഒരുപാട് സ്കൂട്ടറുകളും, പഴയ കാലത്തെ സ്കൂട്ടറുകളും പുതിയ കാലത്തെ സ്കൂട്ടറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സ്കൂട്ടറുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. ചില കാറുകളുടെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സ്പെക്കൊക്കെ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിൽ അങ്ങനെ കൂടുതൽ ഇൻഫർമേഷനൊന്നുമില്ല. കാറിൻ്റെ പേരും മേക്ക്, വർഷവും, അങ്ങനെ ഏത് കൺട്രിയുടെ കാറാണെന്നുള്ളതും അങ്ങനത്തെ ചെറിയ ഇൻഫർമേഷൻസേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം. എല്ലാ വണ്ടികളും നല്ല വൃത്തിക്ക് അതിൻ്റെ അതേ പെയിൻ്റൊക്കെ അടിച്ച് മിനുക്കിയെടുത്താണെന്ന് തോന്നുന്നു. കാരണം അന്നത്തെ വണ്ടി ഇതേ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊരു
പണി ഇതിൻ്റെ മുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാം നല്ല വൃത്തിക്ക് നല്ല ഷൈനിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ചിലപ്പം റീപെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചതായിരിക്കും. പിന്നെ അറിയാൻ കഴിഞ്ഞത് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണെന്നുള്ളതാണ്. എല്ലാ കാറുകളും വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു അവസ്ഥയിലാണ് ഇത് ഇവിടെ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രണ്ട് നിലയിലായിട്ടാണ് ഈ ഒരു കാർ മ്യൂസിയം ഉള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കും, എന്നിട്ട് അവിടുന്ന് നല്ല ഈ പറഞ്ഞ ഓരോ കാറുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് പോകുന്ന രീതിയിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലൂടെ നമുക്ക് എക്സിറ്റ് ചെയ്ത് പുറത്ത് പോകുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ വിശാലമായൊരു ഏരിയ ആണിത്. നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ കുറേ തരം എൻജിൻ്റെ മോഡലുകളാണ്. ഇപ്പോൾ ഓരോ സ്ട്രോക്ക് എൻജിനുകൾ അതിൻ്റെ എൻജിൻ മാത്രം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഈ മെക്കാനിക്കലി കൂടുതൽ അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ താഴോട്ട് അടുത്ത ഫ്ലോറിലേക്ക്, ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇപ്പോഴത്തെ റിസോർട്ടിലൊക്കെ കാണുന്ന ഭംഗിയില്ല, അതേപോലുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് 67 ഭംഗിയാണ്. ഇല്ലപ്പുറത്തെ പണ്ടത്തെ റിസോർട്ടിനുള്ളിൽ കൂടെ വല്ല ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചായിരിക്കും. ഇരിക്കുക. കാറും സ്കൂട്ടറും മാത്രമല്ല, നമ്മുടെ പഴയ ലോറികളും ഉണ്ട് ഇവിടെ. അയ്യോ, അവിടെ കറണ്ട് പോയി. അപ്പം ഇത് പണ്ടത്തെ ലോറികളാണ്. ചിലതൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ള വണ്ടികളാണ്. എനിക്ക് വന്ന് മറ്റേ ഈ റജറോ സ്പീക്കിങ് കണ്ട ഒരു വണ്ടി പോലെ ഉണ്ട്. ഇത് പിന്നെ നമ്മളെ പണ്ടത്തെ സ്ഥിരം വണ്ടികൾ, പടികത്തിലൊക്കെ ഉള്ളതായിട്ടാൽ ലോറി, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വേർഷൻ ലോറി. നല്ല നാട്ടിലൊക്കെ നമുക്ക് സ്ഥിരമായി കണ്ട് പരിചയമുള്ള ടാറ്റയുടെ വണ്ടിയൊക്കെയാണിത്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ബോഡി വുഡാണെന്ന് തോന്നുന്നു. വുഡ് ഉണ്ടാക്കിയ പോലെ ഉണ്ട്.
പിന്നെ മിലിറ്ററിയുടെ ലോറി ഉണ്ട്. ഇത് ശരിക്കും വുഡിൽ ആണ് ഇതിൻ്റെ ബോഡി വരുന്നത്. ഫ്രണ്ട് എൻജിൻ ഭാഗമല്ല, മറ്റത് വുഡിൻ്റെ പെയിൻ്റ് അടിച്ചാണോ അറിയില്ല കേട്ടോ. നമ്മുടെ വില്ലീസ് ഇതൊരു അന്നത്തെ കാലത്തെ ഗുഡ്സ് അങ്ങനെ ചെറിയ കുട്ടി ലോറി. നമ്മളെ ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ കോർപ്പറേഷൻ്റെ വണ്ടിയുണ്ട് ഇങ്ങനത്തെ. ഇതൊക്കെ പിന്നെ കുറച്ചും കൂടെ നമ്മൾ കണ്ടുപിടിച്ചുള്ള ഒരു വണ്ടികൾ പോലെയാണ്. ബെൻസിൻ്റെ വണ്ടിയാണെങ്കിലും ബെൻസ് BMW. എന്താണ് പറയുക? പിന്നെ നമ്മളെ സ്വന്തം അംബാസഡറും കോണ്ടസയും വിന്നേക്കാറുണ്ട്. കണ്ടോ, ചുമ്മാ കളർഫുള്ളാക്കി വെച്ചൊരു വാനാണിത്. പിന്നെ നമ്മളെ 800 ആദ്യകാല മോഡൽ. കാറ്, സ്കൂട്ടർ, ലോറി, JCB ഒരു ഐറ്റംസ് ഇവിടെ എത്തി. JCB ഉണ്ട്. JCB എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയുടെ പേരാണെന്നുള്ളത് തന്നെ മറന്നുപോയി. അതൊരു വണ്ടിയായി മാറി. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വണ്ടികളാണ്. ടാറ്റയുടെയും ടാറ്റയുടെയൊക്കെ വണ്ടികൾ. അതേപോലെ ഹുണ്ടായുടെ ഒരു വണ്ടിയുണ്ട്. ഇത് ഉണ്ടാവും ഇപ്പം ഇല്ലയെന്നാണ് തോന്നുന്നു. എനിക്ക് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു വണ്ടിയാണ് ഹുണ്ടായുടെ. ഒരു ബെൻസിൻ്റെ ഒക്കെ സ്റ്റൈലുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ ആണ് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നിരത്തിയിരിക്കുന്നത്. ഇപ്പം ഈ 2 ഫ്ലോറിലായിട്ട് നിറയെ കാറ്, സ്കൂട്ടർ, ഒരു JCB, 2-3 ലോറി, ഇതൊക്കെ ആയിട്ട് നല്ല
അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മൈസൂർ ഭാഗത്തേക്ക് വരുന്നവർക്കൊക്കെ ഒന്ന് പോയിട്ട് കാണാവുന്നതാണ്. 50 രൂപയുള്ള ടിക്കറ്റ് ചാർജ് ഉള്ള സംഭവടികളാണ്. ഇനി നേരെ നമുക്ക് പുറത്ത് ഇവിടെ ഒരു പഴയ ഡബിൾ ഡെക്കർ വണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ട്, ബാംഗ്ലൂർ ഇപ്പോഴും ഉണ്ട് പുതിയത്. പക്ഷേ ഇത് എനിക്കൊന്ന് ആദ്യകാല മോഡൽ. നല്ല രസമുണ്ട് സംഭവം കാണാൻ. ബാക്കിലൂടെ മുകളിലുള്ള കോണിയും നല്ല സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല അടിപൊളി സ്റ്റേഴ്സൊക്കെയാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കും. ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് സമയം കിട്ടുമ്പം വിശദമായിട്ട് വായിക്കാം. നമ്മളെ പയന മ്യൂസിയം ഒരു അടിപൊളി സ്ഥലത്ത് തന്നെയാണ് വെച്ച്. നല്ല ഒരുപാട് പാർക്കിങ്ങും നല്ലൊരു ഹോട്ടലും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി ഫുൾ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ പഴയ ഒരു റോഡ് റോളറുണ്ട് ഇവിടെ. നല്ല കാണുമ്പോൾ ഒരു തീവണ്ടീൻ്റെ എഞ്ചിനൊക്കെ പോലെ ഉണ്ട്, പഴത്തെ എഞ്ചിനൊക്കെ കാണിക്കുന്ന പോലെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് വീലൊക്കെ അലയ്യ ഫുൾ സെറ്റപ്പാണ്. എന്തായാലും പയന മ്യൂസിയം വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. വണ്ടികളോടൊക്കെ ഒരു താല്പര്യമുള്ളവർക്കൊക്കെ എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടുന്ന സംഭവം. അങ്ങനെ പയന മ്യൂസിയത്തോട് വിട പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.